നമസ്കാരം. മറ്റൊരാളിനെ കാണുമ്പോൾ തൊഴുന്നത്, രണ്ട് കൈയുമെടുത്ത് തൊഴുന്നതാണ് ഭാരത സംസ്കാരം. സ്ത്രീകളെ വലിയ പ്രായവ്യത്യാസമില്ലാതെ അമ്മമാർ എന്ന് വിളിക്കുന്നതും നമ്മുടെ സംസ്കാരമാണ്. പാദപൂജ നടത്താറുണ്ട്. ആരെ കണ്ടാലും തൊഴുന്നത് പോലെ നമുക്ക് കൂടുതൽ ആദരിക്കണം, ബഹുമാനിക്കണമെന്ന് തോന്നുന്നവരെ കാൽ തൊട്ട് വന്ദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഗുരുക്കന്മാർ, സ്വാമിമാർ, സന്യാസിമാർ, ആചാര്യന്മാർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകൾ, പിന്നെ വളരെ മുതിർന്ന ആളുകൾ, അപ്പൂപ്പൻ, അമ്മുമ്മ, അമ്മമാർ, പിതാക്കന്മാർ, അങ്ങനെ വലിയ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ വലിയ ബഹുമാനം കൊടുക്കണമെന്ന് നമ്മുടെ ഒരാളിനെ കാണുമ്പോൾ വലിയ ആദരവ് കൊടുക്കണമെന്ന് തോന്നുമ്പോൾ കാല് തൊട്ട് തൊഴാറുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത്, കൈ കൊണ്ട് ഷേക്ക് ഹാൻഡ് കൊടുത്താൽ മിടുക്കർ, വളരെ അത് ഡീസൻ്റാണ്. തൊഴുതാൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. കാൽ തൊട്ട് വന്നിച്ചാൽ പോയി, എന്തോ പ്രശ്നമാണ്. അപ്പം കൈ ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ഡീസൻ്റ്, അത് തൊഴുതു പോയാൽ അശ്ലീലം, ഇനി കാലിൽ തൊട്ട് തൊഴുതാൽ വലിയ അശ്ലീലമാണ്. കൈ കൊള്ളാം, നല്ലത്, കാൽ അശ്ലീലം. അതെങ്ങനെയാണ് ശരിയാവുന്നത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ കാലാണ്, കൈയാണ്, ഹാർട്ടാണ്, ലിവറാണെന്ന് പറയാൻ പറ്റുമോ? എല്ലാ അവയവങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യവും എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കുകയും അതിനനുസരിച്ചും ചലനമുണ്ടാവുകയൊക്കെ ചെയ്താലേ ശരീരത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. ശരീരത്തിലെ എല്ലാ നാഡീ നരമ്പുകളുടെയും സ്വാധീനമുള്ള സ്ഥലമാണ് ഉള്ളംകാലുകളൊക്കെ. അപ്പോൾ കാലിൽ തൊട്ട് തൊഴുതാൽ എന്തോ അശ്ലീലമാണെന്നുള്ളതാണ്. പാദപൂജയുണ്ട്, പാദവന്ദനമുണ്ട്. ഇവിടെ കാലിൽ തൊട്ട് തൊഴുന്നതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ട് നടക്കുന്നതാണ് ഇവിടെ. എന്തുവെന്നാൽ നമ്മുടെ സംസ്കാരം, നമ്മുടെ ചിന്ത, എല്ലാവരും ഈശ്വരനാണ്. ഈശ്വരനല്ലാതെ ഈ ഭൂമിയിൽ ഒരു ജീവജാലങ്ങളുമില്ല, ഒരു ചരാചരവുമില്ല. ജീവനില്ലതും ജീവനില്ലാത്തതും സകല വസ്തുക്കളും ഈശ്വരനാണ്, ഈശ്വരാംശമുള്ളതാണ്. അങ്ങനെയുള്ളവരെയാണ് തൊഴുന്നത്, അവരെയാണ് കാല് വന്ദിക്കുന്നത്. അപ്പോൾ കാലിൽ തൊട്ട് തൊഴുന്നതും നേരിട്ട് തൊഴുന്നതുമൊക്കെ എന്തോ അശ്ലീലമാണെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു രീതിശാസ്ത്രം കണ്ടുവരുന്നുണ്ട്. അത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. കാൽ തൊട്ട് വന്ദിക്കുന്നത്, കാലിൽ തൊട്ട് തൊഴുന്നത്, കണ്ണിൽ വെക്കുന്നത്, അല്ലെങ്കിൽ കാലിൽ തൊട്ട് നമസ്കരിക്കുന്നത്, പാദപൂജ ചെയ്യുന്നത്, എന്താണ് അതിനകത്ത് ഒരു അശ്ലീലം എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. കാൽ അശ്ലീലമാണോ, കൈ പരിശുദ്ധമാണോ? ഗൗരവമായിട്ടുള്ള ഒരു ചിന്തയാണ് ഞാൻ പൊതുസമൂഹത്തിൽ വെക്കുന്നത്.